ഹലോ മൈ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു സ്ഥലത്ത് പോയിരുന്നു. ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ട്രാവലിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ഒരു സ്ഥലത്തിനെ പറ്റിയും അവിടുത്തെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ ഇതാണ് സ്ഥലം, ജീവാലയ ഫാമിലി പാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ഫാമിലി റിട്രീറ്റ് സെൻ്ററാണ്, ഡെഡിക്കേറ്റഡ് ടു ഫാമിലീസ് ബൈ മാർ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ അങ്കമാലി ഡയോസിസിൽ നിന്ന് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബം ഓർ ഫാമിലി ഓർ ദമ്പതിമാർക്കൊക്കെ വേണ്ടി ഉള്ളൊരു ഇനീഷ്യേറ്റീവാണ്. ആൻഡ് ഇവിടെ ഞാൻ അതിന് മുമ്പും വന്നിട്ടുണ്ട്. ഡാഡി ഉണ്ടായിരുന്ന സമയത്ത് മേ ബി ഒരു 7-8 ഇയേഴ്സ് ബിഫോർ ഐ ഹാവ് കം വിത്ത് മൈ ഫാമിലി, അലോങ് വിത്ത് മൈ ഫാമിലി. എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും, 3 സിസ്റ്റേഴ്സും അമ്മയും ഡാഡിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആസ് യു ക്യാൻ സീ, ഇതൊരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു ഫോട്ടോ, ഒരു മിനിയേച്ചർ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഔട്ടർ വ്യൂ ഓഫ് ദി ഹോൾ പ്ലേസ്. നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മൾ ഫോൺ സറണ്ടർ ചെയ്യണം. സോ അതുകൊണ്ട് അവരുടെ ക്ലാസ്സുകളും ഈ ധ്യാനത്തിൻ്റെ ഓരോ ടോക്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടുത്തെ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോൺ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ അന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എടുക്കുകയാണ്. സോ ഇഫ് യു ക്യാൻ സി ഐ ലവ് ജീവാലയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇതൊരു ദമ്പതി ധ്യാനമാണ്. മീനിങ് ഒരു ഫാമിലിക്ക് വേണ്ടിയും അതല്ലാണ്ട് ജസ്റ്റ് കപ്പിൾസിന് വേണ്ടിയൊക്കെ ഉള്ളൊരു ധ്യാനമാണ്. ധ്യാനം ആസച്ച് ഒരു കരിസ്മാറ്റിക് ധ്യാനമായിട്ട് നിങ്ങൾ കാണരുത്. ബിക്കോസ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഓരോ ടോക്സാണ്, നമ്മുടെ ഇമോഷൻസും നമ്മുടെ കാര്യങ്ങളും. ജസ്റ്റ് ലൈക്ക് ഈ നമ്മളൊരു മാരേജിനെ ഒന്ന് റിജുവനേറ്റ് ചെയ്യാനായിട്ട്. സോ നമുക്ക് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ സ്പാ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകും, നമ്മൾ ബോഡീനെ ഒന്ന് റിലാക്സ് ചെയ്ത് റിജുവനേറ്റ് ചെയ്യാൻ, അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിനെയും നമ്മൾ സ്പിരിച്വലി ഒക്കെ ഒന്ന് റിജുവനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ, ടു ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രഷ്. സോ അതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ വന്നത്. സോ ഞങ്ങളുടെ മാരേജിനെ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. അപ്പോൾ ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കൗൺസിലിംഗ് സെഷൻസും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ഇത് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു കുട്ടിയാട്ടോ. എൻ്റെ പേര് വിസ്മയ എന്നാണ്. ഞാൻ റെഡ് എഫ് എമ്മിൽ ആർജയാണ്. ഞാനിവിടെ ഈ ഒരു ചെറിയൊരു എന്താ പറയുക, ധ്യാനമല്ല, ഒരു ഫാമിലി റിട്രീറ്റിന് വന്നതാണ്. അപ്പോൾ അതാ പരിചയപ്പെട്ടതാണ് ഇവരെ രണ്ടുപേരെയും. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. താങ്ക് യു. സോ ആർജയുടെ പോലെ തന്നെ പല സെലിബ്രിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഐ ഹവ് ഹേർഡ് ദാറ്റ് മുമ്പും കുറേ സെലിബ്രിറ്റീസ് ഹാവ് കം ഹിയർ ആൻഡ് ദേ ഹാവ് ടേക്കൺ ദ സെഷൻസ് ആൻഡ് ഹാഡ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. സോ അതുകൊണ്ട് തന്നെ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് എവ്രിബഡി. നിങ്ങളിപ്പോൾ ഫാമിലി ആയതുകൊണ്ട് ദമ്പതി ധ്യാനമല്ലേ എന്നൊന്നും വിചാരിക്കണ്ട. ഫാമിലിക്ക് വേണ്ടിയുണ്ട്, ബേബി ഷൈൻ പ്രോഗ്രാംസ് ഉണ്ട്, പ്രഗ്നൻ്റ് ആയ ലേഡീസിനും വേണ്ടിയുള്ളവർക്കുണ്ട്, വിഡോസിനുണ്ട്, അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. സോ നിങ്ങൾ എവിടെ ആണെങ്കിലും യു ക്യാൻ ഗോ ആൻഡ് അറ്റൻഡ് ദെയർ പ്രോഗ്രാം. സോ ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഉടനെ പോയി കുളിച്ചു. അതായത് അമ്മേനെ കൊണ്ടുവിടാൻ പോവുകയാണ്. ബിക്കോസ് അമ്മയാണ് 2 ദിവസം തേനൂടെ കൂടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് അവളെ നോക്കി തന്നത്. ബിക്കോസ് ഞങ്ങൾ ധ്യാനം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ. അപ്പോൾ ഇപ്പോൾ അമ്മേനെ ആക്കാൻ പോവുകയാണ്. തേനൂന് ഇപ്പോൾ വീണ്ടും അമ്മാമ്മയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Let's go, Tenu. Let's go, Tenu. Let's go. തേനു ആക്ച്വലി അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് ജനിച്ചപ്പം മുതൽ അമ്മയുടെ കയ്യിലായിരുന്നു അവൾ. ആദ്യത്തെ 1-2 മാസം ഞാൻ കണ്ടിട്ടേ ഇല്ലേ കൊച്ചിനെ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലേക്ക് ശരിക്കും വന്നത്. അപ്പോൾ അത്രയും നാൾ ജനിച്ചപ്പം മുതൽ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പം ഞങ്ങൾ 2 പേരും ഇല്ല. ഇത് ആദ്യമായിട്ടാണ് അവൾ നിൽക്കണത് തന്നെ. പക്ഷേ ഷീ വാസ് ഓക്കെ. അമ്മ സെഡ് ദാറ്റ് ഷീ വാസ് ഓൾ ഗുഡ്. അങ്ങനെ ഞങ്ങൾ അതേ അമ്മേനെ കൊണ്ടാക്കാൻ പോവുകയാണ്. സോ ഞാൻ പോയില്ല, ബിക്കോസ് ഐ വാസ് ഫീലിംഗ് ലിറ്റിൽ സിക്ക്. അപ്പോൾ എനിക്ക് കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഡിഫറെൻ്റായിട്ട് ക്ലൈമറ്റൊക്കെ മാറിയപ്പോൾ. സോ ബൈ ദ വേ ഈ ധ്യാനം ഇസ് ഇൻ കാലടി കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ഥലം അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. അവരുടെ എല്ലാ പ്രോഗ്രാംസും യു ക്യാൻ ജസ്റ്റ് കോൾ ദം, യു ക്യാൻ കോൺടാക്ട് ദം ആൻഡ് ദേ വിൽ ടെൽ യു. സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ